അപ്പോ ഇക്കയ്ക്കും ചിട്ടി റെഡിയായിട്ടുണ്ട്. പലനാൾ കള്ളൻ ഒരു നാൾ വീഴും എന്ന് പറയുന്നത് എത്ര കൃത്യമാണ്. ദേ നോക്കിയേ, പീഡന വീരന്മാരുടെ ക്യാപ്റ്റനെ ഒടുവിൽ കുരുക്കിലാക്കിക്കൊണ്ട് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഷാഫി പറമ്പിലിന്റെയും വി കെ ശ്രീകണ്ഠന്റെയും പേര് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് കോൺഗ്രസ് കൌൺസിലർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച അതിജീവിത തന്റെ മുന്നിൽ വെച്ച് പ്രക്ഷോഭ് ഷാഫി പറമ്പിലിനെ വീഡിയോ കോൾ ചെയ്തു. ജോലി വാഗ്ദാനം ചെയ്താണ് പീഡിപ്പിച്ചതെന്നും അതിജീവിത ആരോപിച്ചു. പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയ ശേഷമാണ് അതിജീവിതയുടെ പ്രതികരണം. ഷാഫിയുടെ ബന്ധം വീഡിയോ കോൾ ചെയ്തിട്ട് ഓഡിയോ കോൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് എന്നെ ഷാഫിലിനെ കാണിക്കുകയും ഞാൻ ഷാഫിലിനെ കണ്ടപ്പോഴാണ് ഇത് ഷാഫിലിന് എനിക്ക് മനസ്സിലായത്. ഞാൻ സംസാരിച്ചില്ല, എന്നെ കാണിച്ചു കൊടുത്തു. അയാളുടെ അടുത്താ, പ്രക്ഷോഭിന്റെ അടുത്താ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നെ കണ്ടു, ഞാനും ഷാഫിലിനെ കണ്ടു. MP ശ്രീകണ്ണൻ, ശ്രീകൃഷ്ണനോ ശ്രീകണ്ഠൻ, അയാളുടെ പേരും പറഞ്ഞു. അച്ഛനമ്മയും ഇല്ല, മരിച്ചതാ. അച്ഛനും അമ്മയും ഇല്ല, അപ്പൊ ഒരു മരിച്ചതാ. അപ്പോ നിനക്ക് എന്തെങ്കിലും പറ്റിയപ്പോഴും ചോദിക്കാൻ വെക്കാരും വരില്ലല്ലോ. നല്ല പേടിയുണ്ടായിരുന്നു, ഇപ്പോഴും പേടിയുണ്ട്. അതായത് എന്ത് തോന്നിവാസം കാണിച്ചാലും പ്രക്ഷോഭിനെ പോലുള്ള സിൽബന്ദികളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഷാഫിയാണ്. ഏത് സമയത്ത് വേണോ വീഡിയോ കോൾ വിളിക്കാനായിട്ട് സ്വാതന്ത്ര്യം. അപ്പോൾ ബന്ധത്തിന്റെ ആഴം മനസ്സിലാവുമല്ലോ. സാധാരണ യൂത്ത് കോൺഗ്രസ്സുകാർക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലുള്ളവർക്ക് ഏറ്റവും വലിയ പരാതി ഷാഫി ബാക്കിയുള്ളവർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നാണ്. പക്ഷേ മാങ്ങാണ്ടി വിളിച്ചാൽ, പ്രക്ഷോഭ് വിളിച്ചാലൊക്കെ സഡൻലി ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള കൂട്ടുകച്ചവടത്തെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇരയാക്കപ്പെട്ട സ്ത്രീ തന്നെ ഷാഫി എന്ന പേര് എടുത്തു പറഞ്ഞ് തന്നെ പലവട്ടം വീഡിയോ കോളിലൂടെ ഷാഫിയെ വിളിച്ച് കാട്ടിത്തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ സംസാരിച്ചിട്ടില്ല, പക്ഷേ ഷാഫിയുടെയും വി കെ ശ്രീകണ്ഠന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഗൂഢാലോചന, അതായത് പ്രതി കൃത്യം ചെയ്യാൻ വേണ്ടി ആരെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ രക്ഷക പരിവേഷം കൊടുത്തിരിക്കുന്നതും ഷാഫിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന കൃത്യങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ബുദ്ധികേന്ദ്രം ഷാഫിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഷാഫി പെട്ടു എന്നറിഞ്ഞപ്പോൾ മാങ്ങാണ്ടിയുടെ ഒരു പിന്തുണ പോസ്റ്റ് കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. ഹിക്കാൻഡ് ജനപിന്തുണയ്ക്ക് വേണ്ടിയുള്ള ഒരു പോസ്റ്റ് 916 പീഡകനായിട്ടുള്ള മാങ്കൂട്ടത്തിൽ ഇട്ടിരിക്കുന്നതും നിങ്ങൾ കാണണം. വളഞ്ഞിട്ട് ആക്രമിക്കും തോറും വീര്യം കൂട്ടുന്നൊരുത്തൻ, ഒറ്റതിരിഞ്ഞ് ആക്രമിക്കും തോറും ജനം ചേർത്ത് പിടിക്കുന്നൊരുത്തൻ ഷാഫി പറമ്പിൽ. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ബോസ് വീഴാതെ ചേർത്ത് പിടിക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത്, പിന്തുണയ്ക്കേണ്ടത് സിൽബന്ദികളുടെ ഉത്തരവാദിത്തമാണ്. വീണ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മുങ്ങും. അതുകൊണ്ട് ഹിക്കായെ പിടിച്ചു നിർത്താൻ വേണ്ടി പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ചെയ്ത പ്രവൃത്തി വെച്ചിട്ട് താൽക്കാലികമായിട്ട് നിന്ന് പിഴച്ചു പോകാം. പക്ഷേ ഒന്നും എല്ലാ കാലവും മറച്ചു വയ്ക്കാൻ പറ്റില്ല. എല്ലാത്തിനും കാലം കണക്ക് ചോദിച്ചിരിക്കും. ഇന്നലെ മാങ്ങാണ്ടി, ഇന്ന് പ്രക്ഷോഭാണെങ്കിൽ നാളെ ഷാഫി തന്നെ, ഒരു സംശയവും വേണ്ട.